നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. 4 ദിവസത്തിനിടയിൽ 48 ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയെന്ന് ഹമാസ്. ഗസയിൽ കഴിഞ്ഞ 4 ദിവസത്തിനിടെ 48 ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി ഹമാസ് സൈനിക വിഭാഗമായ അൽ-ഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ അവകാശപ്പെട്ടു. ഇസ്രായേലിന്റെ 35 സൈനിക വാഹനങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ഹമാസ് പോരാളികൾ തകർത്തതായും ഡസൻ കണക്കിന് ഇസ്രായേൽ സൈനികർക്ക് പരിക്കേറ്റതായും അദ്ദേഹം ടെലഗ്രാമിലൂടെ അറിയിച്ചു. 2 ദിവസത്തിനിടെ 15 സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗസയിൽ ഹമാസ് കൊലപ്പെടുത്തുന്ന സൈനികരുടെ യഥാർത്ഥ കണക്ക് ഇപ്പോഴും ഇസ്രായേൽ പുറത്തുവിടുന്നില്ല എന്ന് ഗസ മീഡിയ ഓഫീസ് ഡയറക്ടർ ഇസ്മായിൽ അൽസബാബ്ത ആരോപിച്ചു. കൊല്ലപ്പെടുന്ന സൈനികരിൽ 10% പേരുടെ പേര് വിവരങ്ങളും കണക്കുകളും മാത്രമേ ഇസ്രായേൽ വെളിപ്പെടുത്തുന്നുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധം അവസാനിക്കുമ്പോൾ ഗസയിൽ കൊല്ലപ്പെടുന്ന ജനറൽമാരും ഓഫീസർമാരും അടക്കമുള്ള സൈനികരുടെ എണ്ണം 5000 കവിയും. അധിനിവേശകർ അവരുടെ യഥാർത്ഥ നഷ്ടം മറച്ചുവെക്കുകയും മരിച്ചവരിൽ 10% മാത്രം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം ട്വീറ്റിൽ കുറിച്ചു. അതിനിടെ ക്രിസ്മസ് രാവിൽ അൽമഗാസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 70 പേരാണ് കൊല്ലപ്പെട്ടത്. പലായനം ചെയ്യുന്നവർക്കായി ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ക്യാമ്പിലാണ് കൊടും ക്രൂരത അരങ്ങേറിയത്. ഇവിടം സുരക്ഷിതമെന്ന് വിശ്വസിച്ച് അഭയം തേടി ആയിരങ്ങൾക്ക് മേലായിരുന്നു ആക്രമണം. ഖാൻ യൂനിസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 28 പേരും കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 20,000-ലധികം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ഇസ്രായേൽ ഭീകരരാഷ്ട്രമാണെന്നും ഗസയിൽ അവർ നടത്തുന്നത് വംശഹത്യയാണെന്നും ക്യൂബൻ പ്രസിഡന്റ് മിഗ്വൽ ഡിയാസ് കനാൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി എല്ലാ കാലത്തും ക്യൂബ ശബ്ദമുയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. എക്സിലാണ് ക്യൂബൻ പ്രസിഡന്റിന്റെ കുറിപ്പ്. ഗസയിൽ ഇസ്രായേൽ എന്ന ഭീകരരാഷ്ട്രം നടത്തുന്ന വംശഹത്യ മനുഷ്യത്വത്തിന് നാണക്കേടാണ്. കൊലപാതകത്തിനുള്ള സ്വതന്ത്ര മാർഗം എത്ര നാൾ നിലനിൽക്കും? ഞങ്ങൾ ഒരിക്കലും നിസ്സംഗത പുലർത്തില്ല. സ്വതന്ത്ര ഫലസ്തീനു വേണ്ടി വീണ്ടും വീണ്ടും ശബ്ദമുയർത്തും, കനാൽ കുറിച്ചു. ഫ്രീ ഫലസ്തീൻ എന്ന ഹാഷ്ടാഗോടെയാണ് ക്യൂബൻ പ്രസിഡന്റ് കുറിപ്പ് പങ്കുവച്ചത്. നവംബറിൽ ഹവാനയിലെ US എംബസിയിലേക്ക് നടത്തിയ ഫലസ്തീൻ അനുകൂല മാർച്ചിനെ നയിച്ചത് ക്യൂബൻ പ്രസിഡന്റായിരുന്നു. ഫലസ്തീനികളുടെ പരമ്പരാഗത കഫിയ വേഷം തോളിലണിഞ്ഞായിരുന്നു യാത്ര. പ്രധാനമന്ത്രി മാനുവൽ മറോറോ, വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് തുടങ്ങിയവരും മാർച്ചിൽ പങ്കെടുത്തു. ഫലസ്തീനുമായി ഏറെക്കാലമായി സൗഹൃദം സൂക്ഷിക്കുന്ന രാഷ്ട്രമാണ് ക്യൂബ. തലസ്ഥാനമായ ഹവാനയിൽ ഫലസ്തീൻ എംബസിയുണ്ട്. 100 കണക്കിന് ഫലസ്തീൻ വിദ്യാർത്ഥികൾ ക്യൂബയിൽ മെഡിസിൻ പഠനം നടത്തുന്നുണ്ട്. അതേസമയം ഇസ്രായേലിന് നേരെ 7 യുദ്ധമുഖങ്ങളിൽ നിന്ന് ആക്രമണം നടക്കുന്നുവെന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്. ഇവയിൽ 6 നേരെയും ഇസ്രായേൽ സൈന്യം പ്രത്യാക്രമണം നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ബഹുമുഖ യുദ്ധത്തെയാണ് നാം നേരിടുന്നത്. 7 വ്യത്യസ്ത മേഖലയിൽ നിന്നായി ഇസ്രായേൽ ആക്രമണം നേരിടുകയാണ്. ഗസ, ലെബനൻ, സിറിയ, വെസ്റ്റ് ബാങ്ക്, ഇറാഖ്, യമൻ, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ആക്രമണം. ഇസ്രായേൽ പാർലമെന്റിന്റെ വിദേശകാര്യ പ്രതിരോധ സമിതി യോഗത്തിൽ യോവ് ഗാലന്റ് പറഞ്ഞു. ഇവയിൽ 6 നേരെ ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുകയാണ്. ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന ആരും ഞങ്ങളുടെ ലക്ഷ്യമായി മാറും. അതിലാർക്കും ഇളവുണ്ടാകില്ല എന്ന് ഗാലന്റ് പറഞ്ഞു. ഗസയിൽ ഇത് ദൈർഘ്യമേറിയതും കടുത്തതുമായ യുദ്ധമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് അതിൻ്റെതായ വലിയ വില നൽകേണ്ടി വരും. എന്നാൽ അത് ന്യായീകരിക്കപ്പെടും. എങ്ങനെ സുരക്ഷ ഒരുക്കണമെന്ന് അധികൃതർക്ക് അറിയാത്തൊരിടത്ത് ജീവിക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് നമ്മുടെ ലക്ഷ്യത്തോട് നിശ്ചയദാർഢ്യവും സഹിഷ്ണുതയും ശക്തിയും ദേശീയതയും വേണം. ആർക്കാണോ ശക്തിയുള്ളത് അവർ അതിജീവിക്കുന്ന ഒരു യുദ്ധമാണിത്. ഇത് രാജ്യത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ പോരാട്ടമാണ്. നമ്മൾ ഹമാസിനെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഹമാസിനെ തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേൽ ആരംഭിച്ച യുദ്ധം 3 മാസത്തേക്ക് കടക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിന്റെ പ്രസ്താവന. അതേസമയം ഹമാസിനെതിരായ യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രതിരോധ സേന മുൻ തലവൻ ഡാൻ ഹാലുട്സ് മറ്റൊരു പരിപാടിയിൽ സംസാരിക്കവേ പറഞ്ഞു. ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി പദവിയിൽ നിന്നിറങ്ങിയാൽ മാത്രമേ ഇസ്രായേലിനെ വിജയം കൈവരിക്കാനാകൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിലെ ഹൈഫയിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരുമായി നടത്തിയ സംഭാഷണത്തിലാണ് ഡാൻ ഹാലുട്സിന്റെ പ്രസ്താവന. ഇസ്രായേലി ചാനൽ 14 സംപ്രേഷണം ചെയ്ത പരിപാടിയിൽ ഹാലുട്സിന്റെ വാക്കുകൾ കയ്യടിയോടുകൂടിയാണ് കാണികൾ സ്വീകരിച്ചത്. നന്ദി, നമസ്കാരം.